പക്ഷേ കുറേ കാലം ട്രൈ ചെയ്ത് ലാഗടിച്ച് ഒന്നും തുടങ്ങിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ അവസാനം കാർ കെയർ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് ഇന്നത്തേക്ക് ഏകദേശം 30 ദിവസം കഴിയാണ്, ഒരു 1 മന്ത് കഴിയാണ്. ആൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പം റിയാലിറ്റി ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ ചിന്തിച്ച പോലെയല്ല. ലൈക്ക് ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, നീ MBA കഴിഞ്ഞിട്ട് നീ ഷാമ്പു വിൽക്കാൻ പോകണോ, വേറെ എന്തെല്ലാം പരിപാടികളുണ്ട്. ശരിയാണ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഭയങ്കര ഹൈ ആണ്. പെട്ടെന്ന് നമുക്കൊന്നും റിട്ടേൺ ഇതിൽ കിട്ടുന്നുണ്ടാവില്ല. ആൾക്കാർ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഐ വാണ്ട് ടു ബിൽഡ് എ ബ്രാൻഡ്. കേരളത്തിൽ നിന്ന് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം കൺസ്യൂമർ സ്പേസിൽ. അങ്ങനെ ഫസ്റ്റ് 1 മന്ത് 134 പ്രൊഡക്റ്റ് ഓൾമോസ്റ്റ് സോൾഡ് ഔട്ടായി. ഓൾമോസ്റ്റ് ഫസ്റ്റ് ബാച്ച് ഫിനിഷായി. 40-45 ഷോപ്പിലൊക്കെ കയറിയിട്ടാണ് ഈ ഇത്രയും പ്രൊഡക്റ്റൊക്കെ സെല്ലായത്. 40 ഷോപ്പിൽ കയറി സെയിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ 10 ഷോപ്പിൽ മാത്രമേ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. ആൻഡ് ഇതാണ് എനിക്ക് ഇന്നുള്ള ലേണിങ്സ്. ഇതാണ് നിലവിലുള്ള സിറ്റുവേഷൻ. ആൻഡ് ഇന്നത്തേക്കൊരു ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തേക്കൊരു 25 ദിവസം കഴിഞ്ഞ്, അതായത് ഫസ്റ്റ് ബാച്ച് ഓൾമോസ്റ്റ് സെൽ ഔട്ടായി. ആൻഡ് ഇത് ഞാൻ ഭയങ്കര മോട്ടിവേഷനായിട്ട് പറയുന്നില്ല, ജസ്റ്റ് ബിഗിനിങ് ആണ്. അടുത്ത പ്രൊഡക്റ്റ് ഇപ്പം കുറേ ഫീഡ്ബാക്ക് കിട്ടി, അത് കുറേ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് കിട്ടി, നമ്മൾ കൊടുത്ത ഷോപ്പുകാരുടെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് കിട്ടി, കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കിട്ടി. അതൊക്കെ വെച്ചിട്ട് പ്രൊഡക്റ്റിൽ ചെറിയ രീതിയിൽ പ്രൈസിങ്ങിൽ, പാക്കേജിങ്ങിൽ, ക്വാണ്ടിറ്റിയിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് അടുത്ത ബാച്ച് ഇറക്കാൻ പോവാണ്. ആൻഡ് അടുത്ത ബാച്ച് ഇറക്കി കഴിഞ്ഞാകുമ്പം ആദ്യം കണ്ണൂരിൽ നിന്നുള്ളൊരു മാർക്കറ്റ് എടുക്കുകയാണ്. കണ്ണൂരിൽ മാത്രം ട്രൈ ചെയ്യുക. കണ്ണൂരിലുള്ള ഡിഫറെൻറ്റ് ഷോപ്പുകളിൽ ഓൺലൈനിലും ഓഫ്ലൈനൊക്കെ ആയിട്ട് ട്രൈ ചെയ്യാം. ദെൻ കണ്ണൂർ ഒന്ന് റെഡി ആയിട്ടാകുമ്പം കുറച്ച് ഷോപ്പുകാരും വന്നിട്ടാകുമ്പം അടുത്ത ജില്ലകളിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത്. ആൻഡ് ഇതൊരു തുടക്കം മാത്രമാണ്. ഇവിടെ നിന്ന് ബിൽഡ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ടാവും. എന്തൊക്കെയാണ് നടക്കുന്നത്, ഒരു മോട്ടിവേഷൻ വീഡിയോസ് കാര്യങ്ങളൊന്നുമല്ല, പ്യുവർ ബിഹൈൻഡ് ദ സീൻസ് ആയിരിക്കും. എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് പാക്കേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് മാനുഫാക്ചറെ ഫൈൻഡ് ചെയ്യുന്നത്, എങ്ങനെ ഫൈനാൻസ് മാനേജ് ചെയ്യുന്നത്, എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യുന്നത്, കോണ്ടൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ, എവറിത്തിങ് ഐ വിൽ ബി ഡോക്യുമെൻറ്റ്. സോ എല്ലാ വീക്കിലും ബ്രാൻഡ് ബിൽഡിങ് ഇവിടെ ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഇഫ് യു ലവ് ഓൺടർപ്രണർഷിപ്പ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പും കൂടി ഞാൻ നോക്കുന്നുണ്ടാവും. ആൻഡ് ദിസ് ഇസ് ഷുഐബ് സി സൈനിങ് ഓഫ്.